guys, welcome back to our YouTube channel. Chuma. Hey guys, welcome back to our YouTube channel. Hi. അങ്ങനെ തിരക്കുള്ള മനുഷ്യനായി ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, രാത്രി 10 മണിക്ക്. 10 മണിക്കാ? 10:30. ആ 10:30. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഫുഡ് ചാലഞ്ച്. പിന്നെ ഫുഡ് ചാലഞ്ച്. ഞാൻ ജയിക്കാൻ പോകുന്നു ഫുഡ് ചാലഞ്ച്. ഫുഡില് ഞാൻ പറയുന്ന വാക്കായിരിക്കും ഞാൻ നോക്കാം. നമുക്ക് ജയിക്കാൻ പോകുന്ന ഫുഡ് ചാലഞ്ച് തൊണ്ടക്കൂടിക്ക് ചത്തു എന്നുള്ള വാർത്ത എങ്ങനെ ഉണ്ടാവും ചിലപ്പോ നാളെ. സിമ്പിൾ ആൻഡ് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. വെറൈറ്റി സാധനം, ഇതുവരെ ആരും കാണാത്ത സാധനം. മാഗി 2 minutes നൂഡിൽസ്. ഇതിന്റെ ഇല്ലേ 2 minute നൂഡിൽസ് എന്താ പറയാ 2 minute നൂഡിൽസ് മാഗി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ 6 minute ഉണ്ട്. സത്യം യൂട്യൂബിൽ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഗൈസ്? ഒരു ഓറിയോന് പറഞ്ഞതാ എത്രയുള്ളേ നോക്കിയാ, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് അവർക്ക് ചേർന്ന് പറഞ്ഞതാ. സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് കൂട്ടിക്കല്ലേ. അല്ല, ഇങ്ങനത്തെ തിന്നിട്ട് വേഗം തടിച്ചിട്ട് കൊയ്ത്തിട്ട് പോട്ടേന്ന് വെച്ചിട്ടായിരിക്കും. ചാടിക്കുമ്പോ ഇഷ്ടം ചാടിക്കുമ്പോ ഒരേ കൂട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ നാളെ ദിവസം കൊണ്ട് വേഗം തീർക്കാൻ നിൽക്കണ്ട. നോക്കാം. അപ്പൊ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് ഗൈസ്. മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്നൊരു കുറച്ചല്ല, കുറച്ച് കൂടുതൽ. പിന്നെ കുറച്ച് പണി കൊടുത്തിട്ടുണ്ട്. വിളിച്ചോട്ടിട്ടുള്ള ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുന്ന് കുട്ടി വെച്ചിട്ട് കഴുകാൻ കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഉദ്ദേശിക്കുമ്പോ നല്ലോണം എന്ന് പറയുമ്പോൾ വേറെ സംശയിക്കണ്ട. പൈപ്പിലെ വെള്ളമല്ലാണ്ട് മറ്റേ ഫിൽറ്റർ വെള്ളത്തിലാണ് നല്ല വെള്ളം എന്ന് പറയുന്നത്. മറ്റേത് പൈപ്പിൽ നിന്ന് വെടുക്ക് വെള്ളമാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാഗി. വേറെ ഇതിന്റെ അടി ഭയങ്കരമായിട്ട് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടേനെ. ബ്ലാക്ക് അടിച്ചത് പേരിട്ട് പറ്റി ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടേനെ. അത് ഇന്നലെ സൺസ്ക്രീൻ ഇട്ട് വീട്ടിലെടുത്ത്. സൺസ്ക്രീൻ ഞാൻ ഇട്ടത് ഒറ്റക്ക്. മാഗി ആക്കാൻ വെള്ളം ഒഴിക്കണം ആദ്യം. ഞാൻ പറഞ്ഞല്ലേ മാഗി ആക്കണ്ടേ. 2 minutes ഇൻസ്റ്റയിൽ വെച്ചോ. യൂട്യൂബിലുണ്ട് 2 minutes നൂഡിലാക്കണ്ടേ. ഇത് അറിയാത്തവരെ ശ്രദ്ധിച്ചു കണ്ടോ. നൂഡിൽസ് ആക്കണ്ട എങ്ങനെയാ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചുതരാം. സോറി, മാഗി നൂഡിൽസ് ആണ്. ആദ്യം കുറച്ച് ഓയിൽ എടുക്കുക. ഓയിൽ ഞാൻ ആദ്യം ഒരാളെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓയിൽ ആക്കലേ ഇല്ല. ഞാൻ ആക്കലുണ്ടേ. 3 എണ്ണയില്ലേ അല്ലേ? 3 ഗ്ലാസ്. ഞാൻ നമ്മളെ അളന്നിട്ട് ഒഴിക്കുക. ഇവളല്ലോ എന്താ പറയാ മനക്കണക്കാണ്. പണ്ടെല്ലാം അളന്നിട്ട് ഞാൻ ഇപ്പൊ അളക്കാനൊന്നും സമയം കിട്ടുന്നില്ല. കൂടുന്നുണ്ട് ഞാൻ കൂടട്ടെ, കുറയുന്നുണ്ട് ഞാൻ കുറയട്ടെ. കൂടുതലും കുറയില്ല, കൃത്യമായിട്ട് കിട്ടല്ലേ. ഇനിയിപ്പോ ഇന്ന് കൊളാവും നോക്കിയപ്പോ പാടുന്നു. കൊളായിരുന്നെങ്കിൽ ഞാൻ കഴിക്കൂല, നിങ്ങൾ കഴിക്കൂലോ അല്ലേ? ഇത് പറഞ്ഞ മസാല ഇറക്കണം. ചേർക്കട്ടെ, ഇല്ല തന്നെ മതി. 3 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അതില്ലേ കൊറേ നിങ്ങളും കുറച്ച് അല്ലാണ്ട് സെയിം എടുക്കാൻ പറ്റില്ല. ചലഞ്ച് എന്ന് പറയുന്നത് അഞ്ചിന്റെ തടി നോക്കിയിട്ടല്ലോ ചലഞ്ച് പറയുന്നത്. ചലഞ്ച് എന്ന് പറയുന്നത് ഒരേപോലെ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം. ഒരു കാര്യം ചെയ്യും, ഇനി അതെടുത്തോ. അതൊക്കെ 3 മുട്ട എടുത്തു, ഇനി 1 മുട്ട എടുത്തു. അത് പറ്റൂല. ചലഞ്ച് എന്ന് പറയുമ്പോ ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കൂടുതൽ മക്കൊരു മുട്ട കൊടുത്താൽ തന്നെ പ്രശ്നമില്ല. അത് ചിന്തിച്ചു എനിക്ക് ജയിക്കണമെങ്കിൽ ഒരു മുട്ട കൂടുതൽ തിന്നുമ്പോ ആ സമയം എനിക്ക് ജയിക്കാനുള്ള കൂടി കൂടുതൽ തരിക. അവിടെ ഒരു മുട്ടയൊക്കെ ആകുമ്പോ പിന്നെ 3 തിന്നും. ജയിച്ചാലാ അപ്പൊ നിന്റെ ചാനലാണ്, നീയാണ് ചലഞ്ച് കണ്ടക്ട് ചെയ്തത്. അപ്പൊ സമ്മാനം എടുക്കുന്നത് ഞാനാ.
ഈ ചാനലിന്റെ പേര് ഫവാസ് റുസൈലാന്നല്ലാതെ. ഓക്കെ, ജയിച്ചാക്ക് ഒരു പാക്കറ്റ് ഒരു ബിസ്ക്കറ്റ്. ഞാൻ വാങ്ങിയ സാധനല്ലേ? നിങ്ങൾ വാങ്ങാത്ത സാധനം ഇടല്ലേ? ആകാശത്ത് പൊട്ടി വേണം പിന്നെ. അല്ല, ഈ ചാനലിന്റെ പേര് റുസൈല ഫവാസ് എന്നാണ്. ഫവാസ് റുസൈല എന്നല്ലല്ലോ. ഓക്കെ, നാളെ തൊട്ട് ഫവാസ് റുസൈല നോക്കാം. ആയിക്കോട്ടെ, ഞാൻ സ്പോൺസർ ചെയ്യും. ഈയിടെയായിട്ട് ഒട്ടും സ്നേഹമില്ല, ഒട്ടും സ്നേഹം. വേണ്ടേ 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 വേണ്ടേ? പാട്ടെല്ലാം പാടൂ, ഭയങ്കര പാട്ടുകാരനാ. നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ലേ? ഒരു പാട്ടാനുള്ളിൽ കിടക്കുന്നുണ്ട്. ചെക്കനെ ഉറക്ക അതറിയില്ലല്ലോ നിങ്ങള്. ചെക്കനെ ഉറക്ക പാവോ. ഞാൻ വിചാരിച്ച് രാത്രി ഉറങ്ങാണ്ടായിപ്പോ നേരത്തെ തൊട്ടില് കിടന്ന് ഉറങ്ങുന്ന ആളെ മെല്ലെ എടുത്ത് നിലത്ത് കിടത്തി. എന്നിട്ട് ഉറങ്ങുന്നു, അല്ലെങ്കിലും ഉറങ്ങൂല. ഇത് ഞാൻ വിചാരിച്ച് രാത്രിക്ക് ഉറങ്ങണ്ട, ഇപ്പൊ ഈ സമയത്ത് അങ്ങനെയല്ല, ഈ സമയത്ത് ഉറങ്ങണ്ട, നമ്മൾ ഉറങ്ങുമ്പോ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. സത്യോ ഇന്നലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നേ. അങ്ങനെ എടുങ്ങാറൊന്നുമില്ല, കളിച്ചോളും. പക്ഷെ രാവിലെ എടുങ്ങാറുള്ളൂ. രാവിലെ സത്യം ഒരു 5-5:30-6 മണി ഇങ്ങനെ അലാറം കറമ്പെന്ന് അറിയില്ല. ആ സമയത്ത് ഒരു എണീക്കല. അത് എണീച്ച് കഴിഞ്ഞാൽ പണി നടക്കാം. കറികള് പാലും കൊടുക്കുന്ന ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ഉറങ്ങിക്കോട്ടെ ഞാനങ്ങനെ വിചാരിക്കും. ഭയങ്കര വിചാരാണ്, ഞാൻ വിളിക്കാത്തോണ്ട് എണീക്കുന്നില്ല. അടുത്ത് കിടന്ന് കരയുന്നുണ്ടാവും, എന്നാലും അറിയൂല. അതിപ്പോ എന്റെ എപ്പം എന്താ പറയാ, അലാറം വെച്ച് ഞാൻ എണീക്കുന്നുണ്ടാ. ഞാനങ്ങനെ എണീക്കില്ലല്ലോ, ടിപ്പ് ഞാൻ എണീക്കുന്നുണ്ടല്ലോ. അലാറം കേട്ടാലും ഉറങ്ങാനുള്ള ത്വര ഉണ്ടാവും. ഇപ്പൊ ആ ത്വരയില്ല, ടാക്സിലിട്ടാൽ എണീച്ചു, ആ ത്വര കിട്ടുന്നില്ലല്ലോ. അതാണ് മദറും ഫാദറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓ, നമുക്കിന്നെ പണിയൊന്നുമില്ലല്ലോ. പണിയില്ലാന്നല്ല, നമുക്ക് പുറത്ത് പണിക്ക് പോകണില്ല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു സമയം കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാം. ഫുഡ് ചാലഞ്ച് പോയിട്ട് പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടിച്ചാലഞ്ചാണ് മിക്കവാറും ഇന്ന് അടിച്ചു വിരിയേണ്ടി വരും. ഇത് കുറച്ച് വെള്ളം കുടിപ്പോയോണ്ടോ ഞങ്ങൾക്ക് എന്നേരെ ഞങ്ങൾക്ക് തോന്നി നിങ്ങൾ ആ വർത്താനം പറഞ്ഞു. ഭാര്യ ഒരു കാര്യം തീരുമാനിച്ച്, ഓൾറെഡി തീരുമാനിച്ചു, എന്നിട്ട് ഭർത്താവിന് ഫോൺ വിളിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അഥവാ ആ തീരുമാനം എടുത്ത് തെറ്റിപ്പോയില്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചിട്ടില്ലേ തെറ്റിപ്പോയി തലയിലിടാൻ വേണ്ടിട്ട്. അതേപോലത്തെ ഇപ്പോ സംഭവിച്ച എല്ലാ ഭാര്യമാരും അങ്ങനെയല്ല. എല്ലാ ഭാര്യ, പക്ഷെ എന്റെ ഭാര്യ എങ്ങനെയാ? ബാക്കിയുള്ള ഭാര്യ ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാവാത്തെ വെറുതെ കൊടുക്ക, കമ്പനി കംപ്ലൈന്റ് കൊടുക്കണം. 2 minutes noodles. ആ വീഡിയോ ഫോൺ ആക്കിയിട്ട് സമയം 25 മിനിറ്റാ, 5 മിനിറ്റ് 2 മിനിറ്റ് മാഗി ആക്കിയില്ല. തിളച്ചാലോ ഇതാ നമ്മളെ ആയിക്കയ്യാനേ വെള്ളം പറ്റിയൊന്നുമില്ല. ചൂടോടെ അയക്കാം. മാഗി റെഡി. 2 minutes മാഗി 10 മിനിറ്റ് ആയിട്ടുണ്ട്. യെസ്, നമുക്ക് ലൈമും കൂടി കലക്കാം. ചേർത്ത് മാറ്റി പിടിച്ചാലോ? ഏറ്റവും ലാസ്റ്റ് കഴിച്ച് വെക്കുന്നതാക്കി കൊടുത്താലോ? പക്ഷെ സ്ലോ ആക്കാനും പാടില്ല. അത് നടക്കൂല. അതാ മിക്ക ജയിക്കാലോ. മെല്ലെ തിന്ന. പക്ഷെ അനക്കൊരു ക്ഷമ. ഉപ്പിടുന്ന പഞ്ചസാര പഞ്ചസാര ഉപ്പിട്ടിട്ട് കുടിക്കുന്നത് ഇഷ്ടമല്ലേ? ഉപ്പിട്ടിട്ട ഇഷ്ടം. ഞാൻ എന്റെ എന്നോട് ചോദിച്ചോ മതിയാ. ചട്ടിയും കല്ലെല്ലാം എടുത്തിട്ട് ഈ ഫോണൊക്കെ സ്ഥലമില്ല. രണ്ടിലും ഒരുപോലെ ഇടണ്ടല്ലേ? അതെ, ഒരേപോലെ ഇടണം. മറ്റേ ത്രാസ് എടുക്കണം. അങ്ങനെ ആക്കിയാൽ ഏകദേശം കിട്ടും. ഓക്കെ, മുട്ടയും എടുത്തില്ലേനു? മുട്ട എടുത്തില്ല. എടുത്തിട്ട്
എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അല്ല കണക്കാണ്. അല്ല കണക്കല്ല എൻ്റെ കൂടുതല്. നമ്മളങ്ങനെ കണക്കല്ല പറയണ ബസ്. ഞാൻ തുടച്ചെടുത്തെ നമ്മളൊരു മുട്ട എടുത്തിട്ട്. പ്ലേറ്റിലിട. ക്ലാസിന്റെ കൂടെ എടുക്കാന്ന് വെച്ചിട്ട് ചോദിച്ചാ ഞാനേ ജ്യൂസ് കേട്ടെ. എനിക്ക് ചൂടോടെ വയ്ക്കുന്ന ഇഷ്ടം. ചൂടാണ് പഞ്ചസാര എന്നിട്ട് അണ്ടിയില കൂടുതല് ഇതെന്താ ഒലക്ക. ജ്യൂസ് ഇടുന്നോട്ടെ. ജ്യൂസ് ഇടച്ചാ കള്ളക്കളി. കുറച്ച് മതിയാ. കുറച്ചില്ലേതാ ഇത് കണക്കാ. ഇപ്പൊ ഇത് നോക്കറതാ. ഇതെന്താ അപ്പുറത്താ. പോട്ടെ പോട്ടെ സാല. എന്നിട്ട് ജയിക്കുന്ന ജയിച്ചോട്ടെ സാല പോട്ടെ. അങ്ങനെയല്ലേ ഇത് എടുത്താ മൂന്നെണ്ണം കറിയാ. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചും കൂടി എടുക്കണം. നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്ത്. ഓക്കെ ആയിക്കോട്ടെ, സമ്മതിച്ച്. മുട്ട ഞാൻ വലുതെടുത്തോളാം. അപ്പൊ സെയിം ടു സെയിം ആയില്ലേ? അങ്ങനെ സെയിം ടു സെയിം ആക്കുക. ഓൾറെഡി വലുത് എനിക്ക് തന്നിട്ട് ഇത് വേണോ എന്നാ എടുത്തോ. നമ്മൾ തമ്മിൽ അടി ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുട്ടക്ക് വേണ്ടിയിട്ടില്ലേ. അല്ല ഇതില്ലേ അതൊക്കെ ചൂടോടെ തിന്നതിന് ഇഷ്ടം. തന്മീൻ നമുക്ക് തിന്നവാ. എന്തുകൊണ്ട് ഞാൻ തോക്കും. തിന്നട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. നല്ല നല്ല Boleh pun kawan. Kudu ada begini. Ibu lagi mau kata. ാണ് അതിന് പോകുന്നുണ്ടേ. Mana? ഭാഗത്ത് എന്താ കൂടുതലാണ്. മഞ്ഞ പണി തന്നെ. എന്നാ മതി കുടിച്ചോണ്ട പച്ചവെള്ളം വേണോ?
എൻ്റെ തീർന്നയാണ്, ഇനി തീടാൻ നിൽക്കണ്ട. ഗ്യാപ്പില്ല. എന്നിട്ട് കേൾക്കുന്ന വെച്ചോ അല്ല നമുക്ക് ആസ്വദിച്ചേക്കാം. സമീഷ്ടം പോകുന്നു. ചതിക്കാൻ വരുന്നത് വെച്ചോ. ചതിക്കാൻ വരുന്നത് നീ നിർത്തി തോറ്റണെങ്കിൽ ഞാൻ ചേച്ചിയായിട്ട് പ്രത്യേകിച്ച് നിർത്തിക്കോ. കിറ്റ് വരണോ? ഈ കിറ്റ് തന്നെ ഇതെല്ലാം തൊണ്ടേ കുടുങ്ങിയിട്ട് ഇങ്ങനെ മറ്റേ അന്നനാളത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുടുങ്ങി വന്നു. കൊള്ളാൻ പറ്റുന്നു. അന്നനാളായിട്ട് കൊള്ളാൻ പറ്റില്ലേ? അന്നേരം പറയുന്നത് മധുരത്തിലാക്കണ്ട, അതുകൊണ്ടാണ് തോറ്റുക. അത് പിന്നെ കുടിക്കുന്നത് കുടിക്കറാ. ഞാൻ സ്റ്റോളിൽ തുടങ്ങിയിട്ട് ഞാൻ സ്പീഡ് തുടങ്ങി നേരത്തെ ഒരു ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചല്ലേ, ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന പാടെ എന്ത് ചെയ്ത് 2 ചപ്പാത്തി 3 ചപ്പാത്തി എന്നെ കൂടെ ചെയ്യുന്ന ചിക്കൻ കറി ബാക്കി ഉണ്ടെന്ന് മനസ്സിൽ. അതൊരു അടവായിരുന്നു ഇപ്പം ഞാൻ മനസ്സിലാക്കി. നല്ല ഫിനിഷിങ്. ഞാൻ മെല്ലെ തുടങ്ങിയിട്ട് എന്താ പറയാ ജയിച്ചിട്ടില്ല. എന്താ ചെയ്യാ, ഇതായിരിക്കും എൻ്റെ അടവല്ലേ. അനക്ക് തോന്നി ഒന്നും മിണ്ടാണിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് നിനക്കറിയാം. ഒന്നും മിണ്ടാണിക്കുന്നത് എന്തുകൊണ്ട് നിനക്ക് അന്നേരം തിന്നി. ഞാൻ നോക്കുമ്പോ ഇതിലിത്ര ബാക്കി നമ്മളെ ചഞ്ച് മുട്ടയും ഇതുമായിരുന്നു. വെള്ളം എടുത്ത് കുടിക്കുമ്പോ ഞാൻ സന്തോഷിക്കുന്നേനും. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ ഇവിടെ ഒരു അക്ഷരം മിണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു സംഭവം ഉണ്ട്, ഞാൻ എന്തോ ഒന്ന് മിസ്സാക്കി. കഷ്ടപ്പെട്ട് ഒരു മുട്ടന്റെ ഡിഫറൻസ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളൂ. അതെങ്ങനെ ഞാൻ തിന്നേണ്ടി പഞ്ചിട്ടായി ഇവിടെ. അതിന് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല? വെള്ളം കുടിച്ചില്ല. ആ മുട്ടന്റെ ഡിഫറൻസ് വന്നില്ലേ? മുട്ടന്റെ ഡിഫറൻസ് വന്നാ തൊണ്ടക്കെട്ട് ചാത്തിച്ചാലാ? അല്ല ആരെ ജയിച്ചെന്ന് പറ. മുട്ടയൊക്കെ വേണമെങ്കിൽ എടുത്തോ. അല്ല ഞാൻ ഫസ്റ്റ് വെച്ചിന് 3 തന്നെ. അല്ല പോലത്തന്നെ വലിയ മുട്ടേനെ നോക്കി എടുത്ത് ചേർത്തെടുത്താ മതിയാണ്. ഇനി അടുത്ത ചാലിച്ചെടുക്കുമ്പോ ചെറിയ മുട്ട നോക്കി എടുക്കാം. നീ കാട മുട്ട ഞാൻ വലിയ മുട്ട എടുക്കുക എന്നിട്ട് ജയിക്കുക. അല്ലല്ല അതല്ല എടുക്കട്ടെ. ഇപ്പൊ ചലഞ്ച് ആരെ ജയിച്ചേന്ന് പറ. ഇപ്പൊ ഇങ്ങൊക്കെ ജയിച്ചു. ജയിച്ചു. അതൊന്നും എന്തോ പിച്ച തരുന്നവർ അങ്ങനെയല്ല. ആരാ ജയിച്ചേ ഈ ചലഞ്ചില്? ഫവാസ് മുഹമ്മദ് ഫവാസ്. ഫവാസ് ഉറപ്പിച്ചില്ലേ? എല്ലാരും കേട്ടില്ലേ? ഇനിയിപ്പോ എഡിറ്റ് ആക്കുമ്പോ ഇത് ഡിലീറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. ലൈസ് കഴിഞ്ഞില്ലേ? ലൈസ് ഉണ്ട്. അല്ല ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ചലഞ്ച് ചെയ്യാന്നാല് ഇപ്പൊ ഇതിനൊന്നും സാധ്യല്ല. നിങ്ങൾ തോപ്പിക്കണ്ടിന് ഉറക്കം വരൂല. ഒരു കാര്യം ചെയ്യാം, സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാം. അല്ല ഫസ്റ്റ് 5 മാർക്ക് കിട്ടുന്ന കളിക്കാം. ഓക്കെ ആരാ ജയിക്കുന്നവർക്ക് മുട്ട മുട്ട വേണ്ട. ഞാൻ ജയിക്കും. പക്ഷെ സ്റ്റോൺ പേപ്പർ സീസർ 1, സ്റ്റോൺ പേപ്പർ സീസർ 2, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ 3, സ്റ്റോൺ പേപ്പർ സീസർ 1, സ്റ്റോൺ പേപ്പർ സീസർ 2, സ്റ്റോൺ പേപ്പർ സീസർ 3, സ്റ്റോൺ പേപ്പർ സീസർ 4, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ 4, സ്റ്റോൺ പേപ്പർ സീസർ, സ്റ്റോൺ പേപ്പർ സീസർ. മുട്ട തിന്നോന്ന് തൊണ്ടിലോട്ടൊന്നും പോല വെള്ളം മതി. വിജയിച്ചത് സ്റ്റോൺ പേപ്പർ സീസറിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ.
തമ്മില് ചലഞ്ചിൽ വിജയായി റുസൈല. എന്റെ വീഡിയോ നീ അടിച്ചാക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ, പക്ഷെ വീഡിയോ കാണുന്ന ആൾക്ക് തിരിയല്ല ആരാ ജയിച്ചെന്നുള്ളത്. എല്ലാരും കാണുന്നില്ലല്ലോ അല്ലേ? ഇതുവരെ കണ്ടെടുത്ത എല്ലാവർക്കും എന്റെ നന്ദി. അതെ, എത്രയും അറിയാം. ആ മുട്ടി കൊടുത്തുന്ന ജയിച്ചാലും മുട്ട കൊടുത്തുന്നാ അക്കെ വേണ്ട, ചതിക്കാൻ പോയി മുട്ട കാണുമ്പോ. എന്നാല് ഒന്നും കൂടി അതിന് ഫസ്റ്റ് 2 മാർക്ക് കിട്ടുന്ന ആള് തോക്കുന്നാക മുട്ട. ഫസ്റ്റ് 2 മാർക്ക് മൂന്ന് മാർക്ക് തോക്കുന്നാൾ മുട്ട തന്നോ. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ സ്റ്റോൺ പേപ്പർ സിസർ 1, സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ 2, സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ, സ്റ്റോൺ പേപ്പർ സിസർ 3. വലിയ പാടന്നിട്ട് എടുത്തത് അത് ഞാൻ ആദ്യം കഴിച്ചത് വലിയ മുട്ട. അതിന് ജയിച്ചാക്കുള്ള സമ്മാനം മുട്ട. തോറ്റാൾ തന്നിരുന്നു. ഇനി മുട്ട ഇട്ട് തോറ്റ് അത് ഞാൻ അടുത്ത് ആ മുട്ട അടുത്ത് ഞാൻ ജയിച്ചു. ഇനി അടുത്ത ചലഞ്ചിൽ വിജയാകുമെന്നുള്ള കരുത്തോടെ ഉറപ്പോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോ ടാറ്റ ബൈ സീ യു. കളി തോറ്റത് ഞാൻ വീഡിയോ വീഡിയോ ആക്കിയാലും ആക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ ഫോണിലല്ലേ.